പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ UDF പ്രചാരണത്തിന്റെ ആരവങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് പര്യടന പരിപാടികൾ ആരംഭിക്കാനുള്ള തിരക്കിലാണ് ജോസ് കെ മാണി. ഇതിനകം മണ്ഡലത്തിൽ ഒരു റൗണ്ട് പൂർത്തീകരിച്ച ജോസ് കെ മാണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ആരാണ് എതിർ സ്ഥാനാർത്ഥി, എത്രയാണ് ഭൂരിപക്ഷം എന്ന് നോക്കുന്നില്ല. കാരണം ഈ 7 അസംബ്ലി നിയോജകമണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും അവിടുത്തെ ജനങ്ങളിൽ എന്നിലർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഒരു പോറൽ പോലും ഏക്കാതെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്ന ചിന്താഗതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. സ്ഥാനാർത്ഥിത്വം വൈകിയെങ്കിലും പ്രചാരണത്തിൽ അത് ബാധിക്കാതിരിക്കാനാണ് LDFന്റെ ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ചടുലമാക്കാനാണ് മാത്യു ടി തോമസ് ശ്രമിക്കുന്നത്. എന്നും കോൺഗ്രസിനോടൊപ്പം UDFനോട് ഒപ്പം നിന്ന ഒരു വലിയ വിഭാഗം ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റ് ജനകീയ പ്രശ്നങ്ങളോട് ചേർത്ത് വായിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ജനകീയ പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നങ്ങൾ അടക്കം ചേർത്ത് വായിക്കുമ്പോൾ ഈ നിലപാടിൽ UDF വോട്ടിൽ വലിയ ചോർച്ചയുണ്ടാകും. UDFന്റെ പരമ്പരാഗത വോട്ടുകളിൽ പോരാട്ടം കടുത്തതോടെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുകയാണ്. കോട്ടയുറപ്പിക്കാൻ UDFും കോട്ട പിടിക്കാൻ LDFും കോട്ടയത്ത് വാശിയേറിയ മത്സരത്തിലാണ്. യു ഷൈജു, മീഡിയ 1, കോട്ടയം.